നമസ്കാരം. എന്താ പരിപാടി? നമസ്കാരമുണ്ട്. ഇത് ജീവനുള്ളതാണ്. ഇത് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ഡേഞ്ചറാണ്. ഞണ്ടിൽ തന്നെ പല വെർഷൻ ഉണ്ട്. കടൽ ഞണ്ടുണ്ട്, അതുപോലെ മഡ് ക്രാബ് ഉണ്ട്, കായൽ ഞണ്ടുണ്ട്. ഇത് നമുക്ക് മഡ് ക്രാബ് ആണ്. അതിന് പെണ്ണിനെ പറ്റിയിട്ടുള്ള ഗവേഷണമാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അപ്പം കൂടുതൽ സംസാരിക്കാൻ വേണ്ടിട്ട് ഷെഫിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. അപ്പൊ ഞണ്ടിനെ കുറിച്ച് പറഞ്ഞ് ഫ്ലോ കളഞ്ഞു. ഓക്കെ, ഇതിനെ നമ്മൾ മേടിക്കുമ്പോൾ ഇതിനകത്ത് ആൺഞണ്ടാണെങ്കിൽ അതിന് ഫ്ലഷ് കുറവായിരിക്കും, പെൺഞണ്ടാണ് കൂടുതലും ഫ്ലഷി ആവുക. അപ്പൊ ഇത് നമ്മളുടെ ഇതിന്റെ ഭാഗത്ത് ഞെക്കി നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ് എങ്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഹാർഡായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഞണ്ടിനെ നമ്മൾ ചത്ത ഞണ്ടിനെ മഡ് ക്രാബ് ഒന്നും ചത്തതിന് മേടിക്കില്ല. അത് ഫ്രഷ് ആയിട്ടുള്ളത് മേടിക്കും. ചത്ത് കഴിഞ്ഞാൽ അതിന്റെ മീറ്റെല്ലാം വെള്ളമായി പോകുന്ന പറയാം. സത്യമായിട്ട് നല്ലൊരു അറിവ് കേട്ടോ അത് എല്ലാവർക്കും പറയാം. അപ്പോൾ എപ്പോഴും ലൈവായിട്ട് മേടിച്ചിട്ട് അത് നമ്മൾ പാചകം ചെയ്യാൻ മുമ്പ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിനെ കുക്ക് ചെയ്തെടുക്കും. കുക്കല്ല, ജസ്റ്റ് ബോയിൽ ചെയ്യും. അപ്പോൾ അത് അതിൻ്റെ ഫ്ലഷ് ഒന്നും പോവില്ല. അല്ലെങ്കിൽ ഫ്രീസറിൽ അടച്ചു വയ്ക്കും. 1 മണിക്കൂറൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഡെഡായിട്ട് കിട്ടും. വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ്. ടുഡേ ഹോട്ട് ആൻഡ് സ്പൈസി ക്രാബ്. യെസ്, സ്റ്റാർട്ട് കുക്കിംഗ്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിനെ റെഡിയാക്കി എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ ക്രാബ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കാം. അത് മിക്സിയിലാണ് നമ്മൾ അരയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി, നമ്മൾ നാടൻ ഇഞ്ചി എടുക്കുകയാണ് കുറച്ച്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതിലേക്ക് കുരുമുളക്. നമ്മളുടെ പേര് സ്പൈസി ഉണ്ട്. അപ്പം സ്പൈസിക്ക് നമ്മൾ കൂടുതലും ഞണ്ടിൻ്റെ കൂടെ കുരുമുളക് നന്നായിട്ട് വർക്കൗട്ടാവും. കുറച്ച് പെരുംജീരകം. ഇത് ഞണ്ടിൻ്റെ കൂടെ കൂടുമില്ല, സാധനം പൊളിക്കും. ഈ ഐറ്റംസിന് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കും. കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് പിന്നെ നമ്മുടെ പരിപാടികൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞണ്ട് അരച്ചു കഴിഞ്ഞ് അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മളുടെ അരച്ചതൊന്നുകൂടി പറയാം. ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, കുരുമുളക്, ഈ 4 ഐറ്റംസും കൂടി അരയ്ക്കാന്ന് വെച്ചാൽ ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള റഫലി പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ആ ഞണ്ടുമ്പോൾ പെരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല മണമുണ്ട് കേട്ടോ, അടിപൊളി. നമ്മൾ റോ ആയിട്ടാണല്ലോ അരച്ചത്. അപ്പോൾ ആ പച്ച സ്മെല്ല് പോയി അതിൻ്റെ റോസ്റ്റിംഗ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? സൂപ്പർ ആയിരിക്കും, എല്ലാവരും ട്രൈ ചെയ്യണം. അതിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലി ഒരു 3 മുളകിൻ്റെ സൈസിലുള്ളത് മതി. നമുക്ക് 1 കിലോ ക്രാബാണുള്ളത്. അപ്പോൾ അതിന് ഒരു 3-4. മസാലയിലേക്ക് നമുക്ക് സവോള ആഡ് ചെയ്യാം. 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഞണ്ടിനെ പോച്ച് ചെയ്തിട്ട് അത് തിളച്ച വെള്ളത്തിൽ ഇട്ടെടുത്തിട്ട് അപ്പോൾ നമ്മൾ കറുത്തതായിട്ട് കൊണ്ടുപോയി ചുമന്നതായിട്ട് തിരിച്ചു വന്നു. നല്ല ക്രാബുകളൊക്കെ ഇങ്ങനെയാണ് കളർ മാറി വരും. അതിൻ്റെ കാലൊക്കെ വിട്ട് കിട്ടും. ക്രാബ് ഗവേഷകൻ. നമുക്ക് സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്തിനാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുക്കാവും. സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സവാളയിലുള്ള വെള്ളം ഒബ്സർവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഞണ്ടിൻ്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി അതിനെ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞണ്ടിൻ്റെ ഈ സൈഡിലതാ ഇങ്ങനെയുള്ള ഭാഗത്ത് കൈ വെച്ചിട്ട് അകത്തി കഴിഞ്ഞാൽ പുറത്തെ ഷെല്ല് വരും. ഇതാണ് നേരത്തെ പറഞ്ഞില്ല, റാണി ഞണ്ടെന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകതയാണ്. പൊന്നാണ് ഈ കാണുന്നത്. ഈ പൊന്ന് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ രാജാവില്ല, ഇതെല്ലാം റാണിമാരാണ്. ഇതിനെ നമ്മൾ ഒഴിവാക്കുന്നു, ഇതിലേക്ക് വയ്ക്കുന്നു. ഇതിനെ ആദ്യം തന്നെ നമ്മളുടെ ആ പേസ്റ്റ് 4 ഐറ്റംസ് ചേർത്തിട്ടുള്ള പേസ്റ്റ്, അതിനുശേഷം പച്ചമുളക്, പൊടിയൻ എല്ലാം വഴറ്റി, കറിവേപ്പില, ഉപ്പിട്ടു, കറിവേപ്പില അങ്ങനെ തന്നെ കിടക്കട്ടെ. കറിവേപ്പില ഇട്ടു, ഉപ്പ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ലാസ്റ്റ് ഇടാം. ഗരം മസാല ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവർ നമുക്ക് കുക്ക് ചെയ്ത് പോകും. അപ്പോൾ ലാസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഫ്ലേവർ കിട്ടും. ഇതിന് നന്നായിട്ട് വഴറ്റാം. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി ഇടണം. ആ മസാലയൊക്കെ നന്നായി കുക്കായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇടാം. കുറച്ച് പഴുത്ത തക്കാളി ആയിരിക്കും നല്ലത്. തക്കാളി എല്ലാം ചേർത്ത് ഇനി അതിന് നല്ല ഗ്രേവി പരുവാക്കാം. അതിലേക്ക് നമ്മളുടെ ക്ലീൻ ചെയ്ത കട്ട് ചെയ്ത ക്രാബിനെ അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹോട്ട് ആൻഡ് സ്പൈസി ഞണ്ട്. കോട്ടയം സ്പൈസി അങ്ങനെയും പറയാം. സ്പൈസി അല്ല, കോട്ടയം സ്പൈസി. അതെ, ഏകദേശം ഒരു ഷാപ്പുകാരുടെ സ്റ്റൈലിൽ തന്നെയാണ്
ഹോട്ട് ആൻഡ് സ്പൈസി ഞണ്ട് ക്രാബ് ഇത് ഓൾറെഡി നമ്മൾ ആയി കഴിഞ്ഞു ഏകദേശം. നമുക്ക് അതിലേക്ക് ഗ്രേവി എല്ലാം നന്നായിട്ട് വഴറ്റി ഗ്രേവി പരുവത്തിലായി. ഇത് നമ്മൾ ആദ്യം ബ്ലാഞ്ച് ചെയ്ത് അത് പുഴുങ്ങിയെടുത്ത ഞണ്ടിനെ ചെറിയ പീസുകളാക്കി ക്ലീൻ ചെയ്ത് ഇപ്പോൾ നമ്മൾ അതിൽ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാം. കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി രണ്ട് സാധനം കൂടിയാണ് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ഹീറ്റിൽ ഞണ്ടും കൂടി കുക്ക് ആകുമ്പോഴാണ് ഗ്രേവി എല്ലാം അതിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ നമ്മളെ കോട്ടയം സ്പൈസി ഹോട്ട് ആൻഡ് സ്പൈസി. അതെ, ഞണ്ട് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി എല്ലാ ഗ്രേവിയും ആ ഞണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഒരു സാധനം ആഡ് ചെയ്യാനുണ്ട്. ഗരം മസാലയും എനിക്ക് വേണ്ടി അതിന് മുന്നേ കുറച്ച് ക്രീം പെപ്പറും ആഡ് ചെയ്യണം. അതാണ് ഞണ്ട് പെപ്പർ, കുറച്ച് ക്രീം, കുക്കിംഗ് ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലഷിനൊക്കെ നല്ല ജ്യൂസി ഫീൽ കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാലില്ലേ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലോടെ അടിപൊളിയായിരിക്കും. പിന്നെ ഷെഫ് പറഞ്ഞ പോലെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഗരം മസാല നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യാം. ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് മല്ലിയില. കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളി ലുക്ക് അല്ലേ? ഞണ്ടൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കുക്ക് ചെയ്ത് മീറ്റിന്റെ എസൻസ് എഫക്റ്റ് ഒന്നും കളയരുത്. കുക്കിംഗ് ടൈമൊക്കെ വളരെ കുറവുള്ള ഐറ്റംസ് ആണ് സീ ഫുഡ്സ് എല്ലാം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞണ്ടും. അത് ജസ്റ്റ് ഇപ്പോൾ നമ്മളൊരു വിത്തിൻ 10 മിനിറ്റ്സിൽ നമുക്ക് ഞണ്ടിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹോട്ട് ആൻഡ് സ്പൈസി, സൂപ്പർ ഹോട്ട് ആൻഡ് സ്പൈസി, സൂപ്പർ ഡൂപ്പർ ഹോട്ട് ആൻഡ് സ്പൈസി ക്രാബ് റെഡി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെർവ് ചെയ്യാം, പ്ലേറ്റിലേക്ക് ആക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് നമ്മുടെ ചോറിന്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഒരു പറ ചോറ് നമുക്ക് വേണ്ട, വേറെ ഒരു കറിയും വേണ്ട.